കഷ്ടതകളിലൂടെ കഴിഞ്ഞു പോകുന്നു. അത് തന്നെ ഈ ഗവൺമെന്റിന്റെ കരണത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് എന്ന് വേണം. ആശാ സമരം ഇത്ര ദീർഘമായിട്ട് സ്ത്രീകളെ, ഇവരൊക്കെ മക്കളും പേരൻസും ഒക്കെ ഉള്ളവരാണെന്ന് മാത്രവുമല്ല, ഇവരെ എല്ലാതരം രോഗങ്ങൾ കൊണ്ടും അലോസരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതായത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തെ നമ്മൾ ഓർക്കണം. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. 60-ന് മുകളിൽ പ്രായമുള്ളവരാണ് 18% കേരളത്തിലെ. മറ്റ് ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിൽ 7% മാത്രമാണ് 60 കഴിഞ്ഞവര്. കേരളത്തിൽ അത് 18%. അങ്ങനെ 18% പേർ 60+ ഉള്ള ഒരു നാട്ടില്, അത് മാത്രവുമല്ല കേരളത്തിൽ വേറെയും പല തരത്തിലുള്ള, അതായത് അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കേരളത്തില് ഇവര് അതായത് കിടപ്പ് രോഗികളുണ്ട്. അത്തരക്കാർക്കൊക്കെ ഈ രാത്രിയിൽ പോലും പോയിട്ട് മരുന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ അങ്ങനെ എല്ലാ തര സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന വൻ സേവനമാണ്, മഹത്വവൽക്കരിക്കേണ്ട സേവനമാണ് ആശമാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്രയേറെ സമയം, അതുപോലെ ഈ ആന മറ്റു വന്യമൃഗങ്ങളും ഉള്ള കാട്ടിലൂടെയും ഒക്കെയാണ് രാത്രിയും പകലും നടന്നു പോയിട്ട് ഇവർ ഈ സേവനം നടത്തുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സർക്കാർ അവരുടെ നേരെ മുഖം തിരിച്ചുകൊണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട് നടത്തുന്ന ഏത് പരിപാടിയും തീർച്ചയായിട്ടും ഈ അവരുടെ തന്നെ, അത് നടത്തുന്ന ഗവൺമെന്റിന് തന്നെ കരണത്തേൽക്കുന്ന കടുത്ത അടിയായിരിക്കും എന്നത് യാതൊരു സംശയവുമില്ല. ഇത് മലയാളികൾ മറക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു സഹാനുഭൂതിയെങ്കിലും പാവപ്പെട്ടവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഒരു ജനസമൂഹത്തിനും ആശാ വർക്കർമാരെ അപഹസിക്കുവാനോ അവരെ വേറിട്ട് നിർത്തി കാണാനോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ഗവൺമെന്റ് അങ്ങനെ ഇവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇവരെ തള്ളി മാറ്റി ദൂരെ നിർത്തിക്കൊണ്ട് അട്ടഹസിക്കുന്ന ഗവൺമെന്റ് ആണ് എൻ്റെ കേരളം പരിപാടിയിലൂടെ 3-ാം ഊഴത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തി മുന്നേറുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സമസ്ത മേഖലകളിലും സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു. ആ അവഗണനയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ തരത്തിലുള്ള അവഗണനയാണ് ആശാ വർക്കർമാരോട് ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് 26,000 പേരുള്ളതിൽ 100 പേര് സെക്രട്ടേറിയറ്റ് പടിയിൽ വന്ന് സമരം ചെയ്താൽ ആർക്കെന്ത് കാര്യമുണ്ട്? അതൊക്കെ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടാണ് ചെയ്യുന്നത്. ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ദുർവ്യാഖ്യാനം ചെയ്ത് അവരെ നിർവീര്യരാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. എന്താണ് അവരാവശ്യപ്പെടുന്നത്? അവരാവശ്യപ്പെടുന്നത് അവരുടെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കണമെന്ന് അവരാവശ്യപ്പെടുമ്പോൾ തന്നെ ഓർക്കണം, അതിനുള്ള ആശ അവരിൽ കുത്തിവെച്ചത് ഇതേ LDF ഗവൺമെന്റിന്റെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോയായിരുന്നു. ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു 21,000 രൂപയായിട്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന്. അപ്പൊ അന്ന് 10,000-മോ അതിൽ തൊട്ട് മുകളിലോ ഒക്കെ ഓണറേറിയം കിട്ടിക്കൊണ്ടിരുന്നു. അതും 2-3 മാസം കഴിയുമ്പോൾ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആശമാര് സന്തോഷിച്ചു ഗവൺമെന്റ് വന്നാൽ. അങ്ങനെ അവരുടെ എല്ലാം വോട്ട് മേടിച്ച്, ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അങ്ങനെ വോട്ട് മേടിച്ചാണ് ഭരണത്തിൽ വന്നത്. ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ നേരെ കൈമലർത്തി. അവസാനം ഈ 9ാമത്തെ വർഷമായപ്പോഴാണ് അവര് അന്ന് സമരത്തിന് ഗതികെട്ട പുലി പുല്ലും തിന്നും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഗതികെട്ടിട്ടാണ് ഈ പാവപ്പെട്ട ആശമാർ സമരവുമായി മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ 21,000 രൂപ അവർ ചോദിക്കുമ്പോൾ അതില് എന്ത് അഹങ്കാരമാണ് അവർ കാണുന്നത്? ഖജനാവ് കാലിയാണ്, അതുകൊണ്ട് നിങ്ങൾ സമരം നിർത്തി വീട്ടിൽ പോകൂ എന്നാണ് അവരോട് ചിലരൊക്കെ ഉപദേശിച്ചത്. അപ്പൊ ഖജനാവ് കാലിയാകാൻ അവരെന്താ ചെയ്തത്? അവരൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രവുമല്ല, അവർ മേടിക്കുന്ന ഈ ഓണറേറിയം, കേരളത്തിൽ വന്ന് 40 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഒരു തൊഴിലാളി ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന കൂലി എത്രയാണ്? ഇപ്പൊ മിനിമം 1,250 രൂപയാണ് കൂലി. പക്ഷെ വയനാട് പോലെയുള്ള ജില്ലകളിൽ 800-850 ഒക്കെയാണ് കൂലി കൊടുക്കുന്നത്. പക്ഷെ നല്ലവണ്ണം 2 നേരം വയറ് നിറച്ച് ആഹാരം കൊടുക്കണം. ആഹാരം കൊടുത്താലല്ലേ നല്ലവണ്ണം ജോലി ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെയും 1000 രൂപയുടെ അടുത്തെങ്കിലും എത്തുന്നുണ്ട് എന്ന് ഓർക്കണം.
അപ്പൊ 1250 രൂപ, ഇവിടെ ഒന്നും 1250 അല്ല, 1400 ചോദിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുമുണ്ട് തിരുവനന്തപുരം ജില്ല പോലെയുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ ഈ 1250 ന്യായമായിട്ട് നമ്മൾ വെച്ചോളൂ. അങ്ങനെ വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും 37,500 രൂപയാണ് അവർക്ക് ഒരു മാസം 30 ദിവസം കൂലി വേലയ്ക്ക് പോയാൽ കേരളത്തിൽ നേടാൻ പറ്റുന്നത്. അതേ സമയത്ത് അതിൻ്റെ 56% മാത്രമാണ് 21,000 രൂപ ഓണറേറിയം ചോദിക്കുന്ന നമ്മുടെ ആശാ സഹോദരിമാർ ചോദിക്കുന്നത്. അവരെയാണ് ആട്ടിപ്പായിക്കുന്ന തരത്തിൽ, അവർക്ക് ഒരു തരത്തിലും കേട്ടു നിൽക്കാൻ വയ്യാത്ത തരത്തിൽ പരിഹാസദ്യോതകമായ പദങ്ങൾ കൊണ്ട് അവരെ കുളിപ്പിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സ്ത്രീകളോടായാൽ പിന്നെ എന്തുമാകാം എന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഗവൺമെന്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആശമാരുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡിമാൻഡ്സ് എന്താണ്? രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു 5 ലക്ഷം രൂപയെങ്കിലും റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് തരണം. പിന്നെ അതിനുശേഷം മൂന്നാമത്തെ ഡിമാൻഡ്, ഞങ്ങളുടെ റിട്ടയർമെന്റ് 62 വർഷം വയസ്സ് എന്നത് ആക്കരുത്, കുറച്ചും കൂടി അങ്ങോട്ട് പോകാൻ അനുവദിക്കണം. അത് കഴിഞ്ഞ് ഒരു പെൻഷനും തരണം. ഇതാണ് പറയുന്നത്. അപ്പൊ ഇവര് ചോദിക്കുന്നത് വളരെ ന്യായയുക്തമായ, ഒരു പക്ഷേ ന്യായയുക്തത്തിൽ ഇത്തിരി കൂടി കടന്നു പറയേണ്ടി വരും. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വെച്ചിരിക്കുന്ന നോംസ് അനുസരിച്ച് ഇവർ ചോദിക്കുന്നത് കുറവാണ് എന്ന് വേണം പറയാൻ. എന്താണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ? ഡീസന്റ് ജോബ്, മാന്യമായ ജോലിക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണ്? ഒന്ന്, മാന്യമായ വേതനം. അപ്പൊ നമ്മുടെ ഇവിടെ കൂലിവേലയ്ക്ക് വരുന്നവര് 37,500 രൂപ ഒരു മാസം സമ്പാദിക്കുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇപ്പൊ 10,000 രൂപയിൽ നിൽക്കുകയാണ്. 10,000 തൊട്ട് 13,000 രൂപയുള്ള അവര് ചോദിക്കുന്നത് 21,000. 21,000 എന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ വന്ന് ജോലി ചെയ്താൽ അവന് കിട്ടുന്ന 37,500ന്റെ 56% മാത്രമാണ് ഈ സ്ത്രീകൾ ചോദിക്കുന്ന 21,000 രൂപ എന്ന് പറയുന്നത്. അപ്പൊ അത് മാന്യമായ വേതനമാണോ? ഒരു പക്ഷേ മാന്യമായ വേതനത്തിന് അടുത്ത് വരുന്നു. 330 രൂപയാണ് ഒരു ദിവസം. അതിവിടെ അടുക്കള ജോലിയിൽ സഹായിക്കാൻ പോകുന്നവർക്ക് പോലും 500 രൂപയിൽ ഉയർന്ന ശമ്പളം കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ അവരുടെ ഡിമാൻഡ് ILOയുടെ മാന്യവേതനം എന്നതിന്റെ അരികത്തെത്തുന്നു. അത് അത്രത്തോളം എത്തുന്നു എന്ന് പറയാൻ ഒക്കില്ല. രണ്ടാമത്തെ അവരുടെ ILOയുടെ നോം എന്താണ്? സ്ഥിരമായ ജോലി. അതാണ് ഇവർക്കുള്ളത്. അത് ഇവര് കയറിയ പ്രായമൊക്കെ കുറച്ച് വളരെ പ്രായം കൂടിയിട്ടൊക്കെ ആയിരിക്കും കയറുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് 62 വയസ്സിൽ പിരിഞ്ഞു പോകാൻ പറയാതെ കുറച്ചും കൂടി അങ്ങ് നീട്ടിത്തരണം എന്നുള്ള അഭിപ്രായം പറയുന്നു. മൂന്നാമത്തെ ILOയുടെ മാനദണ്ഡം എന്താണ്? അവർക്ക് അവരുടെ ജോലിയുടെ, അതായത് ഡയലോഗ്, അതായത് യൂണിയൻ ഒത്തുചേർന്ന് ഇപ്പൊ അവര് ആശാ സമരം നടത്തുന്നത് പോലെ ഒത്തുചേർന്ന് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള സാധ്യത, അതാണ് ഡയലോഗ് അഥവാ യൂണിയനൈസ് ചെയ്യുവാനുള്ള അവസരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? നാലാമത്തത് അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി, അഥവാ അവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പെൻഷൻ. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഈ ആശമാർ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരേറ്റവും മിതമായ തോതിൽ മാത്രമാണ് ചോദിക്കുന്നത്. അതല്ലാതെ ഏറ്റവും ഉയർന്ന തോതിലല്ല ഇതൊന്നും അവർ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആശമാരുടെ നേരെയാണ് കൊടുവാൾ ഓങ്ങിക്കൊണ്ട്, കയർത്തുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് അവരെ അരുകി ചേർത്തു നിർത്തുന്നു. അങ്ങനെ അരുകി ചേർക്കൽ, അവരെ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും എല്ലാ തരത്തിലും സങ്കടത്തിൽ കഴിഞ്ഞ് എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടിത അവരിപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനായിട്ട് കുറെ പേര് ജാഥയ്ക്ക് പോയിരിക്കുന്നു. കുറെ പേര് സെക്രട്ടേറിയറ്റിൽ നിരാഹാരം. അങ്ങനെ കഷ്ടതകളിലൂടെ കഴിഞ്ഞു പോകുന്നു. അത് തന്നെ ഈ ഗവൺമെന്റിന്റെ കരണത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് എന്ന് വേണം ആശാ സമരം